എല്ലാവർക്കും ജസ്റ്റ് എ മിനിറ്റ് വിത്ത് അനുസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. മാത്രമല്ല നമ്മളത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിലും കൂടി വെക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെൽ ബട്ടൺ കാണാം. അത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. റെസിപ്പി ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാണ്ട ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിൽ 1/2 കപ്പ് നമുക്ക് കാരമലൈസ് ചെയ്യാനും 1/2 കപ്പ് നമ്മൾ പാലിൽ ചേർത്ത് കൊടുക്കാനും ഉപയോഗിക്കണം. അത് 1.5 കപ്പ് പാലാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. പിന്നെ ഞാൻ ദാ ഇവിടെ 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോറും കുറച്ച് വാനില ഫ്ലേവറും കൂടെ ചേർത്ത് യൂസ് ചെയ്യാം. ഒന്ന് തിക്കൻ ചെയ്യാനും കൂടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ബ്രൗൺ കളറുള്ള ഈ അരികൊണ്ടല്ലോ മുരിഞ്ഞത്, അത് വേണ്ട. അത് നന്നായിട്ട് കുതിരത്തില്ല, അതുകൊണ്ടാണ് നമ്മളിതങ്ങ് കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ബ്രെഡൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുക്കാം നമുക്ക്. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തു. ഇപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിലോട്ടൊക്കെ മാറ്റുമ്പോഴേ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും. മാത്രമല്ല ഇത് ബ്രൗൺ കളറായിട്ട് പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഇത് കയ്പ്പാവും. അപ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റ് തന്നെ ഇത് എടുത്ത് മാറ്റണം. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ കളർ വേണേ. സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല കാരമലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചേക്കണം. ഏത് പാനിലാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രമെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരമലൈസ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കട്ടിയായി പോകും. മുമ്പൊരിക്കൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആവും കേട്ടോ. ഇതിൻ്റെ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തണം. പാനൊക്കെ അപ്പം ഇങ്ങനെ സൈഡിലിങ്ങനെ തയ്യാറാക്കി വെച്ചേക്കണം. ഇത് കറക്റ്റ് കളറായി. നമുക്കിതാ ഇനി നമ്മുടെ പാനിലേക്ക് മാറ്റാം. നമുക്ക് പാല് തിളപ്പിക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണേ. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് കലക്കി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പാലൊന്ന് തിളക്കട്ടെ. നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം എടുത്ത് ഒരുമിച്ച് ഒഴിക്കല്ലേ, ഇത് കട്ട കെട്ടിയിരിക്കും. ഇതില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ യൂസ് ചെയ്താലും മതി. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോൺഫ്ലോറാണ്.
ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ നമ്മുടെ ഒരു ക്രീമി ആയിട്ട് വരണം, ഒരു കുറുക്ക് പോലൊക്കെ, അതായത് ഒരു ഇച്ചിരി തിക്കായിട്ട് വരണം. അതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. നമുക്കിതിലേക്കേ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒറ്റയടി തട്ടിയിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കണ്ടല്ലോ, ഇത്രയും നല്ല കട്ടിയായിട്ടിരിക്കും. ഓക്കെ, നമുക്കിത് നമ്മുടെ പാനിലേക്ക് മാറ്റാം. നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പാനിൽ ചൂട് കാണും, ശ്രദ്ധിക്കുക. കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കയ്യിലൊന്നും ചൂട് തട്ടരുത്, പൊള്ളും പെട്ടെന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇത് അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അടച്ചു കൊടുത്താൽ മതി, കവർ ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാനിത് ഒരു കുക്കറിൽ ഇട്ട് മാറ്റുകയാണ്. കുക്കറിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനകത്തേ നമ്മുടെ ഇഡ്ഡലി കുക്കർ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പാൻ ഇറക്കി വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നമ്മൾ വേവിക്കും. കൈയൊന്നും തട്ടരുത് കേട്ടോ, ഭയങ്കര റിസ്ക്കിയാണ്. ഓക്കെ, അടച്ചൊരു 15-20 മിനിറ്റ്സ് വേവിക്കണേ. ഇപ്പോൾ 15 മിനിറ്റായി. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കണം കേട്ടോ. ഇനി റൂം ടെമ്പറേച്ചറിൽ വന്ന ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ ഒരു 2-2.5 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ വന്നിട്ടേ ഇത് ഫ്രിഡ്ജിൽ വെക്കാവൂ, നേരിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. നമ്മുടെ പുഡിങ് ഇതാണ്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചു. ഇപ്പോൾ ഞാനത് ഒരു ½ ആൻ അവറായി എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്കിത് റെഡിയായോ നോക്കാം. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ഒരു ഡിഷാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഭയങ്കര സ്മൂത്താണിത്. നമുക്ക് ബേക്കിങ്ങോ ഓവനോ ഒന്നും ആവശ്യമില്ല, ഭയങ്കര ഈസിയാണ്. കുറച്ച് കൂളിങ്ങിന് കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ, താങ്ക് യു.